ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിനിവിടെ ഒരു 1/4 കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി നരിഞ്ഞതാണ്. അതിനുശേഷം നമുക്കൊരു നാരങ്ങയുടെ നീര് വേണം. പിന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇവിടെ 1 ടീസ്പൂണോളം കസ്കസ് നമുക്ക് മതിയാവും. ഇത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒത്തിരി ക്യാരറ്റായി പോകരുത്, നമുക്ക് ആ കളർ മാത്രം ഒന്ന് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ അത് ക്യാരറ്റ് ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നീട് നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ക്യാരറ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം എത്രത്തോളമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3.5 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ മിക്സിയിൽ ഞാൻ ക്യാരറ്റ് ജ്യൂസാക്കി എടുത്തതാണ് ഈ കാണുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് മധുരമുള്ള ക്യാരറ്റ് ജ്യൂസാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ നാരങ്ങ നീര് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈം ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്യാരറ്റിൻ്റെ ചവർപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. അത് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ജ്യൂസിന് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതിനാവശ്യത്തിന് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മധുരം പാകമാണോ നോക്കിയ ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിലോട്ട് ജ്യൂസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ മാത്രം നമുക്കത് മുകളിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മളെ ജ്യൂസ് കാണാനായിട്ട്. അത് കുടിക്കുന്ന സമയത്തും നമുക്കതിങ്ങനെ കസ്കസൊക്കെ കടിക്കുന്ന സമയത്ത് നല്ലൊരു രസം ഉണ്ടാവും ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ നല്ല രസമാണ് നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണ കാണാൻ. അതിങ്ങനെ ഒരു ബോൾസ് പോലെ കിടക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും അത് ബോഡിക്കും നല്ലതാണ്. നല്ല കൂളിംഗ് എഫക്റ്റാണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും കിട്ടുക. അപ്പോൾ വെയിറ്റ് ലോസിനും മറ്റും എല്ലാം കസ്കസ് നല്ലതാണ്. ഇതെവിടെ ഞാനൊരു ലൈമിൻ്റെ സ്ലൈസ് വെച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലൈം ജ്യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടാൽ നമുക്കിത് ഓറഞ്ച് ജ്യൂസായിട്ട് തോന്നും, പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.